CP റാഷിദ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച BJPക്ക് 50% മുകളിൽ വോട്ട് പെർസെന്റേജ് ഉള്ള സംസ്ഥാനങ്ങളിൽ BJP ഇതിനോടകം തന്നെ സാച്ചുറേഷൻ പോയിന്റിലാണ്. രാജസ്ഥാനിൽ 25-ൽ 25-ഉം മധ്യപ്രദേശിൽ 29-ൽ 28-ഉം ആ നിലയിൽ. അവിടെ നിന്ന് ഗുജറാത്തിൽ 26-ൽ 26-ഉം ആ സ്റ്റേറ്റുകളിൽ ഇതിൽ കൂടുതൽ സീറ്റ് എന്തായാലും നേടാൻ പറ്റില്ലല്ലോ. വേണമെങ്കിൽ കുറയാം അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ച്, അല്ലെങ്കിൽ സ്റ്റാറ്റസ് കോ. പക്ഷെ നോക്കൂ, ബാറ്റിൽ ഗ്രൗണ്ട് സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ, കർണാടക, ബീഹാർ, ഈ 4 സംസ്ഥാനങ്ങളിലും കനത്ത പോരാട്ടമാണ് എന്നിരിക്കെ ആരൊറ്റക്കക്ഷിയാവും, ആര് സർക്കാർ രൂപീകരിക്കുമെന്നുള്ളത് അവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ തവണത്തേക്കാൾ BJPയുടെ ടാലി കുറയാനുള്ള സാധ്യത അവിടെ റിയലിസ്റ്റിക് ആയി നോക്കുമ്പോൾ ഇല്ലേ? അഭിലാഷ് ഇപ്പോൾ പരാമർശിച്ച സ്റ്റേറ്റുകളിൽ ആ തരത്തിൽ ചെറിയ രീതിയിലുള്ള സാധ്യതകൾ നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. പക്ഷേ മറിച്ച് നമ്മൾ UP-യിലേക്ക് തന്നെ, ഇതിന്റെ മെയിൻ കേന്ദ്രം UP ആണല്ലോ, UP-യിലേക്ക് വന്നു കഴിഞ്ഞാൽ 62 സീറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുള്ളൂ. ഈ പ്രാവശ്യം അന്ന് 62 സീറ്റ് കിട്ടുമ്പോൾ 49% മേലെ വോട്ട്, 49% വോട്ട് BJP ഒറ്റയ്ക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവിടെ UP-യിൽ 62 എന്നുള്ളതിൽ നിന്ന് മുന്നോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. മാത്രമല്ല അവിടെ BSP ആയിരുന്നു അന്ന് SP-യുടെ അലയൻസ്. SP-യും BSP-യും വോട്ട് ബേസ് ഉണ്ടായിരുന്നു. ഇന്ന് കോൺഗ്രസ് ആണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം SP-ക്ക് സപ്പോർട്ട് കൊടുക്കാൻ 2% മുതൽ 4% വരെ വോട്ടേ ഉള്ളൂ കയ്യിൽ. അപ്പോൾ ആ ഒരു പാറ്റേൺ വെച്ചിട്ട് അവിടെ കോൺഗ്രസിന് എത്രത്തോളം SP-യുടെ ഗ്രാഫ് ഉയർത്താനും പരസ്പരം അവർക്ക് ജയിച്ച് കയറാൻ കഴിയും എന്നുള്ളത്. മാത്രമല്ല അവിടെ ചെറിയ 1-2 കക്ഷികൾ നല്ല ഒരു 2%, 3% ബേസുള്ള അപ്നാദുള്ള അങ്ങനെ 1-2 കക്ഷികൾ BJPയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് UP മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒഡീഷയാണ്. BJD അവിടെ 21 സീറ്റിൽ 21 പാർലമെന്റ് സീറ്റ് ഉണ്ടായിരുന്നിടത്ത് 8 സീറ്റോളം BJP കഴിഞ്ഞ പ്രാവശ്യം നേടിയിട്ടുണ്ടെങ്കിൽ അവിടെ ആദ്യം ഒരു അൺഒഫീഷ്യൽ അലയൻസ് ആണ് കക്ഷി പട്നായിക്കിൻ്റെതെങ്കിലും അവര് സീറ്റ് അവിടെ ഉയർത്താൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സമയം ഏകദേശം അവസാനിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നീട് ഇൻട്രസ്റ്റിംഗ് ഏരിയയാണ് ഉത്തർപ്രദേശ്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ തവണത്തെ 62-ൽ നിന്ന് BJP ഉയരുമോ, അതോ അഖിലേഷ് യാദവിന് രാഹുൽ ഗാന്ധിയുടെ സഹായത്തോടെ എന്തെങ്കിലും മാജിക് കാണിക്കാൻ കഴിയുമോ? അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഉത്തർപ്രദേശിലെ 62-ൽ നിന്ന് 75-ന് മുകളിലേക്ക് BJP സീറ്റ് ഉയർത്തിയാൽ മറ്റു തരത്തിലുള്ള കാൽക്കുലേഷൻസ് അപ്രസക്തമാകും. അതുപോലെ തന്നെ ഒഡീഷയുടെ കാര്യവും ശരിയാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എല്ലാം ജൂൺ 4 വരെ ഉള്ളൂ. അതുവരെ നമുക്ക് കണക്കുകളൊക്കെ കൂട്ടിയും പറഞ്ഞു നോക്കിയിരിക്കാം.